ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ന്യൂഡൽഹിയിലെ പ്രസ് ക്ലബിൽ NCHRO സംഘടിപ്പിച്ച ആക്ടിവിസ്റ്റുകളുടെ കൂട്ടായ്മയിൽ സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേത ഭട്ട് തുറന്നടിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കാം, ഞങ്ങൾക്ക് അമിത്ഷയെ ഒരു പേടിയുമില്ല. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിൽ ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഒരു പിടി പോലും പിന്നിലോട്ട് പോകാൻ തയ്യാറല്ല അമിത്ഷയെ പേടിച്ച്. അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവാനേ പാടില്ല. ഞാനും എൻ്റെ ഭർത്താവും സത്യത്തോടൊപ്പം നിലനിന്നവരാണ്, സത്യത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നവരാണ്. അതിൻ്റെ പേരിലാണ് എൻ്റെ ഭർത്താവ് ഇന്ന് ശിക്ഷയും അനുഭവിക്കുന്നുള്ളത്. നിയമ പോരാട്ടത്തിലൂടെ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഞാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ ഇത് എൻ്റെ ഭർത്താവിൻ്റെ മാത്രം ഒരു പ്രശ്നമായി നിങ്ങൾ കാണരുത്. നാളെ നിങ്ങളുടെ നിങ്ങളിലേക്ക് ഈ പ്രശ്നം കടന്നു വന്നേക്കാം. അന്ന് പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കേണ്ടിയിരിക്കുന്നു. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം എന്നായിരുന്നു NCHRO ന്യൂഡൽഹിയിലെ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ആക്ടിവിസ്റ്റുകളുടെ കൂട്ടായ്മയിൽ ശ്വേത ഭട്ട് തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ആ സ്ത്രീ സങ്കടത്തോടു കൂടി ആ യോഗത്തിൽ പറയുകയുണ്ടായി. വളരെ സങ്കടത്തോടു കൂടിയാണ്. എൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ രാവിലെ ആയിരിക്കും ഞങ്ങൾ അവിടേക്ക് ചെല്ലുക. പക്ഷെ ഞങ്ങളോട് പറയും വൈകുന്നേരം വന്നുകൊള്ളുക എന്ന്. വൈകുന്നേരം അവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരുപാട് പീഡനങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നുള്ളത്. ഒറ്റ കാരണത്തിൻ്റെ പേരിൽ 2002 ഗുജറാത്ത് കലാപത്തിൽ അത് അന്വേഷിച്ചിരുന്ന അന്വേഷണ കമ്മീഷന് മുന്നിൽ വളരെ ശക്തമായ ഭാഷയിൽ സത്യങ്ങൾ തുറന്നു പറയാൻ എൻ്റെ ഭർത്താവ് സഞ്ജീവ് ഭട്ട് തയ്യാറായി എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷയ്ക്കെതിരെയും സുപ്രീം കോടതിയിൽ വരെ എൻ്റെ ഭർത്താവ് നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. 2002 ഗുജറാത്ത് കലാപത്തെ നിയന്ത്രിക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. നരേന്ദ്രമോദി അത് കണ്ടു നിൽക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുള്ളത്. സത്യമാണത്. ആ സത്യത്തെ അവർ വലിയ രീതിയിൽ ഭയന്നിരുന്നു. അതിൻ്റെ പേരിലാണ് എൻ്റെ ഭർത്താവിന് വേട്ടയാടപ്പെടുന്നുള്ളത്. 30 വർഷം മുൻപത്തെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭർത്താവ് ഇന്ന് ശിക്ഷ അനുഭവിക്കുകയാണ്. അതിൻ്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് നിയമ പോരാട്ടത്തിലൂടെ എൻ്റെ ഭർത്താവിനെ സ്വതന്ത്രനാക്കുന്നതിൽ കേരളം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് സമര പരിപാടികൾ, അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ നീതിക്കായി എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ശ്വേത ഭട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആരെയും ഭയക്കുന്നില്ല, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ പോലും ഞാൻ ഭയക്കുന്നില്ല. കാരണം ഞാൻ സത്യത്തോടൊപ്പമാണ് എന്നാണ് ശ്വേത ഭട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു ഭർത്താവ് സത്യത്തോടൊപ്പം നിന്നപ്പോൾ ആ ഭാര്യ കാണിക്കുന്ന ചങ്കൂറ്റമുണ്ടല്ലോ, അതാണ് ന്യൂഡൽഹിയിലെ NCHRO സംഘടിപ്പിച്ച ആക്ടിവിസ്റ്റിന്റെ കൂട്ടായ്മയിൽ യോഗത്തിൽ ശ്വേത ഭട്ടിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ സത്യത്തോടൊപ്പം നിൽക്കാൻ നമ്മളും തയ്യാറാവണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.